ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ടൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഞാൻ വഴറ്റിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്താൽ വേഗം അത് വഴന്ന് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് 2 ഇതള് വേപ്പില, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് വഴറ്റാനായിട്ട് വെക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ലോ ഫ്ലെയിമിലിട്ട് വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും കേട്ടോ. കരിയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര വേഗം അടിയൊന്നും പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. നമ്മൾ വരട്ടിയെടുക്കുമ്പോഴൊക്കെ മല്ലിപ്പൊടി അധികം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മുഴുവൻ മസാലയാണ് കേട്ടോ, പൊടിക്കാത്ത മസാല. അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഞെരടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ ചതച്ച മുളകൊക്കെ ആയതുകൊണ്ടേ നല്ല രുചി കിട്ടും ഈ ചിക്കൻ വരട്ടിയതിന്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ മുളക് പൊടിയും എല്ലാം കൂടി കരിഞ്ഞ് പിടിക്കും കേട്ടോ. പിന്നെ ഇത് വഴറ്റി വരുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് 2 നല്ല പഴുത്ത ചുവന്ന തക്കാളിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ, നല്ല പേസ്റ്റ് പോലെ. ഇത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നേരത്ത് ലൈക്ക് അടിക്കാതെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കൂട്ടാൻ നന്നായിട്ട് കൂട്ടാൻ എന്ന് പറയും, കറി നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിൽ വെള്ളം തീരെ നമ്മൾ ഒഴിക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് അതിൻ്റെ രുചിക്ക് വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് അവസരത്തിൽ നമ്മളിതിലേക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ 1/2 മുറി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.